അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഇന്ന് നോമ്പ് 17ാമത്തെ നോമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറെക്കുറെ സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് 17ാമത്തെ നോമ്പ് നമ്മൾ തുറക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഇബാദത്തുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, അദ്കാറുകൾ, നോമ്പ്, സദക്ക എല്ലാം അവൻ്റെ ഇഷ്ടത്തിലായി പൊരുത്തത്തിലായി സ്വീകരിക്കുമാറാകട്ടെ. ഹറാമിയത്തിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിന്നുകൊണ്ട് ഹലാലിൽ മാത്രം ജീവിക്കാൻ, ഹലാൽ ഭക്ഷണം മാത്രം കഴിക്കാൻ നാം എല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധ റമളാൻ മാസത്തോടു കൂടി മുന്നോട്ടുള്ള ഓരോ നിമിഷത്തെ ജീവിതവും പരിപൂർണമായും എൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമ്മൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തരട്ടെ. അതിനുള്ള വഴികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ. വളരെയധികം പ്രയാസപ്പെട്ട ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, എവിടെ നോക്കിയാലും അക്രമങ്ങളും അനാചാരങ്ങളും നടന്ന് നിറമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ആയതുകൊണ്ട് പ്രിയമുള്ള മോമിനെ, നമ്മൾ യഥാർത്ഥ മോമിനാകണമെങ്കിൽ ശക്തമായും ഹറാമിൽ നിന്ന് പരിപൂർണമായും വിട്ടു നിൽക്കേണ്ടതുണ്ട്. ഹലാലായ ഭക്ഷണം കഴിക്കാനും വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. ഹറാമും ഹലാലും തിരിച്ചറിഞ്ഞാൽ തന്നെ അള്ളാഹുവിൻ്റെക്ക് ഇഷ്ടപ്പെടാൻ ഒരു വഴിയായി, മാർഗമായി എന്നതാണ് യഥാർത്ഥ ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമും ഹലാലും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നാം എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിലേക്ക് ചേരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവർക്കും വഴികൾ തുറന്നു തരുമാറാകട്ടെ. ഏത് നിമിഷമാണ്, എപ്പോഴാണ് ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറയുക എന്നൊരു ലക്ഷ്യവുമില്ലാതെ ജീവിക്കുന്ന നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും നിർത്തിവെച്ചുകൊണ്ട് സ്വയം നമ്മൾ തന്നെ, നമ്മുടെ ശരീരത്തിന് തന്നെ, നമ്മുടെ റൂഹിനെ തന്നെ ശരിയാക്കിയെടുക്കാൻ പ്രവർത്തിച്ചുകൊണ്ട്, നമ്മുടെ റൂഹിനെ ശുദ്ധീകരിച്ചുകൊണ്ട്, നമ്മുടെ റൂഹിനെ നല്ല സമാധാനത്തോടെ സന്തോഷത്തോടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് റൂഹിനെ നല്ല മഹാത്മാക്കളുടെ, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഔലിയാക്കളുടെ, അമ്പിയാക്കളൊക്കെ മഹാന്മാരുടെയൊക്കെ അർവാഹുകളിലേക്ക് ചേരാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് റൂഹിനെ ഇവിടുന്ന് വിട പറയിക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്. അതാണ് നമ്മുടെ പ്രയത്നവും, അതാണ് നമ്മുടെ ലക്ഷ്യവും. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം, അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനം. ദുനിയാവിൽ നമ്മൾ എത്ര നമ്മളെ ആളുകൾ നമ്മളെ പുകഴ്ത്തി പറഞ്ഞാലും, എത്ര നമ്മളെ ആളുകളുടെ ഇടയിൽ നമ്മൾ വളരെ ഉന്നത പദവിയിൽ എത്തിയാലും അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് നമ്മൾക്ക് ആവശ്യം. അതിനായിരിക്കണം നമ്മുടെ പ്രവർത്തനം. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ട് അള്ളാഹു ആഖിബത്ത് നന്നായിക്കൊണ്ടുള്ള മരണം നാം എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഹാജാദുറത്തിൻ്റെ മജ്ലിസ് സുബഹിൻ്റെ ശേഷവും അതുപോലെ മഗ്‌രിബിൻ്റെ മുന്നേയുമായി നടക്കുന്ന മജ്ലിസിൽ എല്ലാവരും പങ്കുചേരുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ഹലാലായ ആവശ്യങ്ങൾ ദുനിയാവിൽ നമുക്ക് നിറവേറ്റി തന്നുകൊണ്ട് ആഖിബത്ത് നന്നായിക്കൊണ്ടുള്ള മരണം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.